രാജ്യത്തെ ഞെട്ടിക്കുന്ന വലിയ തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ആ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരാണ്. ആ തെളിവുകൾ കേന്ദ്ര സർക്കാരിനെതിരാണ്. ആള് മുന്നിക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ ഈ കള്ളത്തരത്തിന്, ഈ ക്രൈമിന്, ഈ ക്രിമിനൽ കുറ്റത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടിച്ചേർന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാണ് കിടന്ന് മോങ്ങുന്നത്? കണ്ടില്ലേ എന്റെ പൊന്നു സാറേ, ഞാനൊരു കള്ളനെന്നെങ്ങാൻ ഈ കരക്കാരറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. സാർ എന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ പിന്നെ എനിക്ക് ഈ നാട്ടിലേ നിൽക്കാൻ പറ്റില്ല. വലിയ തോതിലുള്ള കള്ളവോട്ട്, ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തോളം കള്ളവോട്ട് എന്ന കണക്കുകൾ നിരത്തിയുള്ള, പടങ്ങൾ നിരത്തിയുള്ള, കള്ള അഡ്രസ്സുകൾ നിരത്തിയുള്ള വലിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത്. കട്ടും പിടിച്ചു പറിച്ചും ജീവിക്കുന്ന പെരും കള്ളന്മാരുടെ നേതാവാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നു. കള്ളനാകുന്നവർക്ക് ഇക്കാലത്ത് എളുപ്പം കോടീശ്വരനാകാൻ പറ്റൂ. എടകുട്ട, നീ തീഹാർ ജയിലിൽ ചെന്ന് നോക്ക്. രാജ്യം മുഴുവൻ ആരാധിക്കുന്ന കോടീശ്വരനൊക്കെ അതിനകത്ത് കാണാം. നാടിന് വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണം അഴിമതി. നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി പിടിച്ചുപറി മോഷണം. ഇരട്ട വോട്ടർമാരുടെ സംഖ്യ 11,965. കള്ള അഡ്രസ്സുകളും 0 എന്നെഴുതിയിരിക്കുന്ന അഡ്രസ്സുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 40,009. ഒരേ അഡ്രസ്സിൽ വ്യാപകമായി വോട്ടർമാർ ചേർക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ അതിന്റെ മൊത്തം എണ്ണം 10,000 മുകളിൽ. ഫോട്ടോകൾ ഇല്ലാത്തതോ വ്യക്തമല്ലാത്ത ഫോട്ടോകളുള്ള 4,132. ഫോം 6, അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ ഉള്ള തിരിമറി 33,000 മുകളിൽ. ഇതെല്ലാം കൂടി ചേർത്താൽ 1,00,000 മുകളിലുള്ള വോട്ടർമാരാകും ഒരു മണ്ഡലത്തിൽ മഹാദേവപുരയിൽ മാത്രം കള്ള വോട്ടർമാരായി, വ്യാജ വോട്ടർമാരായി BJP ചേർത്തിരിക്കുന്നത്. നിനക്കൊക്കെ ഉള്ളടാ എന്നൊരു പുച്ഛം. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഉദ്ദേശിച്ചാലും ഞാൻ തന്നെയാണ്. തകർത്തോളൂ. ദീപന്തലിന്റെ ഫാൻസാ ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. അതും കൂടി ഇന്നിങ്ങ് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. അതപ്പൊ തരാം. ഞാൻ എവിടെയാ ഇരുന്നേ?